ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരും ഹിന്ദുക്കളുമായിട്ടുള്ള ഈ നാട്ടിലെ മനുഷ്യർ ഇവർ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചാലോ? ഈ ദേശീയ സ്വഭാവമുള്ള രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള ടാറ്റ പോലെയുള്ള ഒരു സംവിധാനത്തെ ബഹിഷ്കരിക്കാൻ നിങ്ങൾ ആഹ്വാനം ചെയ്താൽ, നാളെ ഞങ്ങൾ നിങ്ങളുടെ സംവിധാനങ്ങളെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? ഇവിടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ വളരെ അന്ധമായി ഇത്തരം രാജ്യവിരുദ്ധ പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. അരുതേ പിതാവേ, നിങ്ങൾ ഞങ്ങളെ ബഹിഷ്കരിക്കരുതേ. നിങ്ങൾ ഒന്നിച്ച് ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പട്ടിണി കിടന്ന് മരണപ്പെട്ടു പോകും. അത് കണ്ട് നിങ്ങൾ തന്നെ അവസാനം സങ്കടപ്പെടേണ്ടി വരും. ലോക മുസ്ലിമീങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്നത് നിങ്ങളുടെയൊക്കെ കനിവ് കൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് എനിക്കറിയത്തില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ധരിച്ചിരിക്കുന്ന ഈ കുപ്പായം ഉണ്ടല്ലോ, ഈ ലോഹ, ഇതിന് എല്ലാ സമൂഹങ്ങളും വലിയ വില കൽപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് അതിനോട് താതാമ്യമുള്ള അനുസൃതമായ വാക്കായിരിക്കണം. അങ്ങ് ഈ പറഞ്ഞതിൻ്റെ ഗൗരവം അങ്ങക്ക് മനസ്സിലാകുന്നുണ്ടോ? അങ്ങ് എന്തിനാണ് ഞങ്ങൾ മുസ്ലിമീങ്ങളുടെ സ്ഥാപനങ്ങളെയൊക്കെ ഞങ്ങൾ ബഹിഷ്കരിക്കാൻ പോവാണെന്ന് പറഞ്ഞത്? എന്തിൻ്റെ പേരിലാണ്? അങ്ങ് ആ കൂട്ടത്തിൽ ഒരു പരാമർശം നടത്തി, രാജ്യവിരുദ്ധ സമരം, രാജ്യവിരുദ്ധ പ്രക്ഷോഭം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം സമുദായത്തിൻ്റെ അകത്തുള്ള വളരെ അംഗസംഖ്യക്കുറവുള്ള ഒരു പ്രസ്ഥാനമാണ് ടാറ്റയുടെ ബിസിനസ് സംരംഭങ്ങൾക്കെതിരെ ബഹിഷ്കരണാഹ്വാനം നടത്തിയിട്ടുള്ളത്. ആ ബഹിഷ്കരണാഹ്വാനത്തെ മുഖ്യധാര മുസ്ലിമീങ്ങൾ പിന്തുണക്കുന്നുമില്ല. കേരളത്തിലെ ഏതെങ്കിലും തലമുതിർന്ന മുസ്ലിം പണ്ഡിതന്മാർ, നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബം, ആരെങ്കിലും അത്തരം സമരാഹ്വാനത്തെ പിന്തുണച്ചുകൊണ്ട് ഒരു പ്രസ്താവന നിങ്ങൾ കണ്ടിരുന്നു? അത് ഉണ്ടായിട്ടില്ല എന്നിരിക്കെ തന്നെ നിങ്ങൾ ചാനൽ വന്നിട്ട് പറയുകയാണ് രാജ്യവിരുദ്ധ, ദേശവിരുദ്ധ എന്നൊക്കെ വാക്കുകൊണ്ട് ആരൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നോക്കുമ്പം അങ്ങയോട് വളരെ ആദരവോടുകൂടി ചോദിക്കാനുള്ളത്, ഇന്ത്യയുടെ അകത്തുള്ള അവർ രാജ്യ താല്പര്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന ബിസിനസ് സംരംഭം ആയിക്കോട്ടെ, ഒരു ബിസിനസ് സംരംഭത്തിനെതിരെ നമുക്ക് സമരം ചെയ്യാൻ കഴിയില്ലേ? ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഏത് ഈർക്കിളി പ്രസ്ഥാനമാണെങ്കിലും, വളരെ അംഗസംഖ്യ കൂടുതലുള്ള പ്രസ്ഥാനങ്ങൾക്കാണെങ്കിലും സമരം ചെയ്യാൻ ഇവിടുത്തെ ഭരണഘടന അനുമതി നൽകുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, നമ്മുടെ കേരളത്തിൽ വിഴിഞ്ഞം പോർട്ടിനെതിരെ ലത്തീൻ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭങ്ങൾ പ്രിയപ്പെട്ട പിതാവിന് അറിയുന്നില്ലേ? കേരളവും കേന്ദ്രവും ഒരുപോലെ കൈകോർത്ത് നിർമ്മിക്കാൻ പോകുന്ന പോർട്ടിനെതിരെ എങ്ങനെയായിരുന്നു നമ്മുടെ സമരം നടത്തിയത്? ആ വീഡിയോ നമുക്കൊന്ന് കാണാം. സമരം പോർട്ട് മുഖത്തേക്ക് ഞങ്ങൾ മാറ്റുകയാണ്. പോർട്ടിന് അക്ഷരാർത്ഥത്തിൽ നിർത്തിവെക്കത്തക്ക രീതിയിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ ഇടവകളുടെ നേതൃത്വത്തിൽ തുറമുഖത്തിന്റെ പ്രധാന കവാടം ഉപരോധിക്കും. പങ്കെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾ തുറമുടക്കിയാകും സമരത്തിനെത്തുക. ഈ വീഡിയോ കാണുമ്പോൾ പ്രിയപ്പെട്ട പിതാവ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ അകത്തുള്ള ഒരു ചെറിയ സംഘടന നടത്തിയ പ്രക്ഷോഭം ടാറ്റയുടെ ബിസിനസ് സംരംഭത്തിനെതിരെയാണ്. നമ്മൾ ഈ നടത്തുന്ന സമരം ആർക്കെതിരെയാണ്? രാജ്യം ഭരിക്കുന്ന പാർട്ടി, കേരളം ഭരിക്കുന്ന പാർട്ടി ഒന്നിച്ച് കൈകോർത്ത് നടത്തുന്ന ഒരു സംരംഭത്തിനെതിരെയാണ്. ഇത് രാജ്യവിരുദ്ധമാണോ? അല്ലെന്നല്ലേ നിങ്ങളുടെ അഭിപ്രായം? എന്തുകൊണ്ടല്ല? ജനാധിപത്യ മൂല്യങ്ങളെ ഉൾക്കൊള്ളാതെ നടത്തുന്ന സമരാഹ്വാനങ്ങളും പ്രക്ഷോഭങ്ങളുമാണ് രാജ്യവിരുദ്ധം, ദേശവിരുദ്ധം. അതൊന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ദേശവിരുദ്ധ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ മൂല്യങ്ങൾ, രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളെ ഉൾക്കൊള്ളാതെ നടത്തുന്നതാണ് രാജ്യവിരുദ്ധ സമരവും പ്രക്ഷോഭങ്ങളും. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഭരണഘടനയെ അംഗീകരിക്കുന്ന ഏതൊരാൾക്കും മാന്യമായ രൂപത്തിൽ സമരം നടത്തുവാനും പ്രതിഷേധം നടത്താനും ഒക്കെയുള്ള അവകാശങ്ങൾ ഭരണഘടന തരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പിതാവിനോട് ഒരു കാര്യം കൂടി ബഹുമാനപൂർവ്വം ചോദിക്കുകയാണ്. നമ്മുടെ പശ്ചിമഘട്ടം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടും ഒക്കെ വെച്ചുകൊണ്ട് സുപ്രീം കോടതി ഒരു വിധി തീർപ്പ് നടത്തിയിരുന്നല്ലോ നമ്മുടെ വനം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി. ആ വിധി തീർപ്പിന് പൂർണ്ണാർത്ഥത്തിൽ സഭകളെല്ലാം അംഗീകരിച്ചിരുന്നു. സുപ്രീം കോടതിയുടെ വിധിക്കെതിരെ പ്രസ്താവനകൾ നടത്തിയില്ലേ? എഴുത്തിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, പത്രസമ്മേളനങ്ങളിലൂടെ. ഇതൊക്കെ രാജ്യവിരുദ്ധമാണോ? ആണോ? അല്ലെന്നല്ലേ നമ്മൾ പറയാറ്? എന്തുകൊണ്ട്? ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരല്ല എന്ന് നമ്മൾ അതിന് മറുപടി പറയാറുള്ളത് അല്ലേ? എന്നാൽ ഇവിടെ സുപ്രീം കോടതി വിധിക്കെതിരെയല്ല, കേരളവും കേന്ദ്രവും കൈകോർത്ത ഏതെങ്കിലും ഒരു പദ്ധതിക്കെതിരെയല്ല, ഒരു ബിസിനസ്സുകാരൻ്റെ ബിസിനസ് സംരംഭത്തോട്. അതാണെങ്കിലോ മുഖ്യധാര മുസ്ലിമീങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ പിന്തുണക്കുന്നുമില്ല. മുസ്ലിം സമുദായത്തിനകത്തുള്ള ഒരു ചെറിയ സംഘടന നടത്തിയ അവരുടെ പ്രതിഷേധം. ഇതിനെന്തിനാണ് മുസ്ലിമീങ്ങളെ മുഴുവനും ഇതിലേക്ക് വലിച്ചിടുന്നത്? അപ്പം നിങ്ങളുടെ മനസ്സൊരു കാസക്കാരൻ്റെ മനസ്സാണെന്ന് ഞാൻ പറഞ്ഞാൽ വിഷമം തോന്നുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുക? ഇവിടെ മുസ്ലിം സമുദായം മാത്രം മുസ്ലിങ്ങളുടെ കടകളിൽ നിന്ന് സാധനം മേടിച്ചാൽ മതിയോ? ഒരു ചോദ്യമാണ്.
അതിനോട് ചേർത്ത് വെച്ചിട്ട് ഒരു കാര്യം കൂടെ പറയാം. RSSകാര് അല്ലെങ്കിൽ BJP സംവിധാനങ്ങൾ പശു ഇറച്ചി കഴിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. പശു ഇറച്ചി കഴിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെയുള്ള ഇടതുപക്ഷ ചിന്താഗതിയുള്ള വിഡ്ഢി കുഷ്മാണ്ഡങ്ങൾ എന്ന് വിളിക്കാവുന്ന കുറെ ആളുകൾ, അതിൽ കുറെ ആളുകൾ എന്ത് ചെയ്തു? ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു ഹൈന്ദവ തീവ്ര സ്വഭാവമുള്ള ചില വിഭാഗങ്ങൾ ഒരു ഭക്ഷണം അത് കഴിക്കാൻ പാടില്ല, അത് കഴിക്കുന്നവരെ ഞങ്ങൾ ആക്രമിക്കും എന്ന് പറയുന്ന അതേ ശൈലി തന്നെയാണ് മറുവശത്ത് ഇവിടെ ഇസ്ലാമിക ആചാര അനുഷ്ഠാനങ്ങളിൽ രൂപപ്പെടുന്ന ഭക്ഷണമേ ഞങ്ങൾ കഴിക്കൂ, മറ്റുള്ളവരും അത് കഴിച്ചാൽ മതി എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഈ ഹലാൽ എന്ന് പറയുന്ന സംവിധാനം. ലോഹക്കുള്ളിലെ കലാകാരനായ പ്രിയപ്പെട്ട പിതാവേ, കേരളത്തിന്റെ പൊതുമണ്ഡലങ്ങളിൽ എപ്പോഴാണ് ഈ ഹലാൽ ബോർഡ് തൂങ്ങാൻ തുടങ്ങിയത്? എനിക്ക് നിങ്ങൾക്കൊക്കെ ബാല്യമുണ്ടായിരുന്നല്ലോ. ഈ ബാല്യത്തിലൊക്കെ നമ്മുടെയൊക്കെ നാട്ടുപുറങ്ങളിലുള്ള ഹോട്ടലുകളിൽ ഹലാൽ ബോർഡ് ഉണ്ടായിരുന്നു. മുസ്ലിം വിഭാഗത്തിന്റെ ഇല്ലായിരുന്നല്ലോ അല്ലേ? എപ്പോഴെങ്കിലും മലപ്പുറം ജില്ലയിൽ പോവുകയാണെങ്കിൽ, മലപ്പുറം ജില്ലയെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ ഉള്ള ജില്ലയാണല്ലോ മലപ്പുറം ജില്ല. ഈ മലപ്പുറം ജില്ലയിലെ നല്ലൊരു ശതമാനം ഹോട്ടലിൻ്റെ വാതിക്കയും ഹലാൽ ബോർഡ് ഉണ്ടാവില്ല. ഹലാൽ ബോർഡ് നമ്മുടെ പൊതുമണ്ഡലങ്ങളിൽ തൂങ്ങാൻ തുടങ്ങിയത് ടൂറിസം മേഖലയുടെ അതിപ്രസരവും ടൂറിസം മേഖലയിലെ സാധ്യതകളെയൊക്കെ സജീവമായി തുടങ്ങിയപ്പോൾ, ജനങ്ങളെല്ലാം കാട്ടിലും വീട്ടിലും ഒക്കെ പോകാൻ തുടങ്ങിയപ്പോൾ, ആ ഭാഗങ്ങളിൽ നമ്മുടെ മൂന്നാർ, ഊട്ടി, കൊടൈക്കനാലുള്ള സ്ഥലങ്ങളിൽ അവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി അവരാണ് ഈ ഹലാൽ ബോർഡ്. ഞങ്ങളിവിടെ വെക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ എല്ലാ സമൂഹത്തിനും കഴിക്കാം, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾക്ക് ഇത് ഹലാൽ ചെയ്ത മാംസങ്ങളാണ് എന്ന് ആളുകൾക്ക് തോന്നാൻ വേണ്ടിയാണ് ഹലാൽ ബോർഡ് വെച്ച് തുടങ്ങിയത്. മുസ്ലിം സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഉള്ള ഹോട്ടലുകളിലൊന്നും ഈ ഹലാൽ ബോർഡിൽ അതിന് ആവശ്യമില്ല. നോക്കൂ, ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഞാനിപ്പം കോട്ടയം പാല റൂട്ടിലൂടെ സഞ്ചരിക്കാമെന്ന് വിചാരിക്കുക. അവിടെ ഒരു ഹോട്ടൽ ദുർഗ കണ്ടു. ആ ഹോട്ടൽ ദുർഗയിലേക്ക് ഞാൻ കയറുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹലാൽ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. ഞാൻ എന്തായിരിക്കും ഓർഡർ ചെയ്യുന്നത്? ഞാൻ മസാല ദോശ. എനിക്ക് ആ ഹോട്ടൽ അന്യമല്ല, എനിക്ക് അവിടുന്ന് കഴിക്കാം, യഥേഷ്ടം കഴിക്കാം. ഞാൻ മസാല ദോശ ഓർഡർ ചെയ്യും, ദോശ ഓർഡർ ചെയ്യും, പൂരി ഓർഡർ ചെയ്യും, എനിക്ക് കഴിക്കാം. പക്ഷേ ഈ ദുർഗ ഹോട്ടലിനെ വാതിക്ക ഹലാലെന്നുണ്ട്. എന്തുകൊണ്ടാണ്? ദുർഗ ഹോട്ടലുകാരൻ നടത്തുന്ന ആ ഹോട്ടലിലെ അൽഫാമും തന്തൂരിയും ഷവായിയും ഷവർമ ഒക്കെ പോകണമെങ്കിൽ ഈ ബോർഡ് വേണം. അവനാണ് ഈ ബോർഡ് വെക്കുന്നത്, അവനിക്കാണ് ഈ ബോർഡിൻ്റെ ആവശ്യം. ഈ ബോർഡ് ഇവിടെ ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോഴും സാധാരണക്കാരായ ആളുകൾ ആ ഹോട്ടലിൽ, ദുർഗ ഹോട്ടലിൽ കയറും. ഞാൻ കൂടുതലും വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്ന, കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ മസാല ദോശ, പൂരി ഇതുപോലുള്ള സാധനങ്ങളാണ് കൂടുതൽ കഴിക്കുക. എനിക്കിവിടെ ഹലാലിൻ്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. അപ്പോൾ ഈ ഹലാൽ ബോർഡിൻ്റെ ആവശ്യം ആർക്കാണ് ഉള്ളത്? ഈ അൽഫാമും തന്തൂരിയൊക്കെ വിൽക്കുന്നവന്, അതും മുസ്ലിം കമ്മ്യൂണിറ്റി പെടാത്ത ആളുകൾക്ക്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഹലാൽ ബോർഡ് വെക്കുന്നത്. ഇത് നിങ്ങൾ ആദ്യം ഒന്ന് പഠിക്കുക. ഇതൊക്കെ വളരെ നല്ലതായിരിക്കും പഠിക്കുന്നത്. നിങ്ങളുടെ ഈ അഹങ്കാരം ഇവിടുത്തെ ക്രൈസ്തവ ഹൈന്ദവ സമൂഹങ്ങൾ അവരുടെ സ്വത്വബോധത്തെക്കുറിച്ച് കൂടുതൽ ഗൗരവത്തിൽ ചിന്തിച്ചുകൊണ്ട് അവരുടെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഈ അഹങ്കാരം അവസാനിക്കുമോ? അപ്പൊ ഇതുവരെ നിങ്ങൾ ബഹിഷ്കരിച്ചില്ലേ? കഴിഞ്ഞ ക്രിസ്മസിലില്ലായിരുന്നോ പത്തനംതിട്ടയിൽ ഒരു പള്ളിയിലേക്ക് കേക്കുമായി ചെന്ന ആളോട് നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുകയും മുസ്ലിമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഉടൻ തന്നെ ഉത്തരവാദിത്തപ്പെട്ട പള്ളിയിലൊരു പിതാവ് വാട്സപ്പ് വഴി വോയിസ് അയച്ചത്, വ്യാപകമായിട്ട് മുസ്ലിം സമൂഹം ക്രിസ്മസ് കേക്ക് വെക്കുന്നുണ്ട്, അവർ നമുക്കെതിരാണ്, നമ്മുടെ ശത്രുക്കളാണ്, അതുകൊണ്ട് ഒരു മേത്തൻ്റെയും കേക്ക് വാങ്ങിപ്പോകരുത് എന്ന് പച്ചക്ക് വിദ്വേഷം പറഞ്ഞില്ലേ? ഞങ്ങളൊക്കെ പട്ടിണി കിടന്ന് മരിച്ചോ? പറയണം പിതാവേ, ഞങ്ങളൊക്കെ പട്ടിണി കിടന്ന് മരിച്ചോ? നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് എന്താ മനസ്സിലാക്കുന്നത്? പ്രിയപ്പെട്ട പിതാവെ, നിങ്ങൾക്ക് ഞങ്ങളെ മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഉർവരതയില്ലാത്ത ഊശര ഭൂമി കൊണ്ടിട്ടാലും ഞങ്ങളൊക്കെ ജീവിക്കും. നിങ്ങൾ തന്നെ പലപ്പോഴും പരിഹസിക്കാറില്ലേ, പന്നി വെറുന്ന പോലെ 5-6 പിള്ളേരാണെന്ന്? ഞങ്ങളെ കളിയാക്കാറില്ലേ? എന്തേ നിങ്ങൾക്ക് ബദൽ സംവിധാനം കൊണ്ടുവന്ന? ഞങ്ങൾ പിള്ളേരെ കൂട്ടി രാജ്യം പിടിക്കാൻ പോകാൻ നിങ്ങൾ ആക്ഷേപിക്കുമ്പോഴും ഒരു ബദൽ സംവിധാനം കൊണ്ടുപോവാ. ഒന്നിലധികം പിള്ളേരുണ്ടായി നിങ്ങളെയൊക്കെ നെഞ്ചിടിക്കുമെന്നേ എങ്ങനെ വളർത്തുന്ന ആശങ്കപ്പെട്ടിട്ടുണ്ട്. 10-15 രൂപ മാത്രം മാസം ശമ്പളം കിട്ടുന്നവനെ ഞാൻ. എനിക്ക് 3 പിള്ളേരുണ്ട്, 4ാമത്തെ ഇപ്പോൾ റിലീസാവും. ഒരു പേടിയില്ല. ദൈവം തമ്പുരാനാണ് മക്കളെ തന്നത്. അത് മുന്നോട്ട് പോകാനുള്ള വഴി അവൻ തരുമെന്നുള്ള ഉറച്ച ദൃഢമായ വിശ്വാസം, ഈമാൻ, അത് ഹൃദയത്തിലുള്ളതുകൊണ്ടാണ് ഞങ്ങൾ നല്ല ഭക്ഷണം കഴിക്കും. കുറഞ്ഞ ശമ്പളമേ ഉള്ളൂ, നല്ല ഭക്ഷണം കഴിക്കും, നല്ല വസ്ത്രം ധരിക്കും, നല്ല മുന്തിയനും സുഗന്ധം പൂശും. ഞങ്ങളുടെ വസ്ത്രധാരണമൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇങ്ങനെ ഞങ്ങൾ ജീവിക്കുക. ഈ ഭൂമിയിൽ ഒരു ജീവിതമേ ഉള്ളൂ. അത് മാന്യമായ രൂപത്തിൽ
മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കുന്ന രൂപത്തിൽ വൃത്തിയും മെനയും നല്ല മുന്തിയ ഇനം ആഹാരമൊക്കെ കഴിച്ച് അങ്ങോട്ട് ജീവിക്കുക, അങ്ങനെ അങ്ങോട്ട് മരിക്കുക. അല്ലാതെ കണ്ണത്താ ദൂരത്തോ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടായിട്ട് കപ്പയും ഉണക്കമീനും തിന്ന് ചുമ്മാതെ കീഴുമായി വിട്ട് നടന്നിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് അന്തസ്സുള്ള ജീവിതം കെട്ടപ്പെടുക. മറ്റുള്ളവനെ ബഹിഷ്കരിക്കാനും മറ്റുള്ളവനെ ഇകഴ്ത്താനും ഒക്കെ നമ്മളിങ്ങനെ നടന്നാൽ കാലാകാലം നമ്മളിങ്ങനെ പറഞ്ഞങ്ങ് മുടിഞ്ഞു പോകുള്ളൂ. ഒന്നുമില്ലാത്തവനായി ഈ ഭൂമിയിൽ അസ്തമിച്ചു പോകും. അപ്പോൾ തിരക്കടച്ചനില്ലേ, അവരെപ്പോൾ ആളുകളെ കണ്ടുപിടിക്കുക. എപ്പോൾ സംസാരിച്ചാലും സമൂഹത്തിന് ഗുണകരമാകുന്ന രൂപത്തിൽ അങ്ങനെ സംസാരിക്കും. പള്ളിയിലച്ചന്മാരൊക്കെ അങ്ങനെ സംസാരിക്കേണ്ടത്. എൻ്റെ സൗഹൃദ വലയത്തിൽ ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട അച്ചോ, വേറെ പണി നോക്ക്. കോടിക്കണക്കിനുള്ള ആസ്തിയിൽ സഭകൾക്ക് ഈ കേരളം തന്നെ വിലക്ക് വാങ്ങാനുള്ള പണം നിങ്ങളുടെ കയ്യിലില്ലേ? നിങ്ങൾ സ്വന്തം സമുദായത്തിൽപ്പെട്ട എത്ര പേരെ സഹായിക്കുന്നുണ്ട്? കഴിഞ്ഞ ദിവസം തന്നെ തൃശ്ശൂരുള്ളൊരു യുവതി അവരുടെ മകളെ പഠിപ്പിക്കാൻ വേണ്ടി നേഴ്സിംഗിന് വിടാൻ വേണ്ടി ഫീസ് ഇല്ലാതെ എന്നെ വിളിച്ചിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ പള്ളിയുമായി ബന്ധപ്പെടാൻ. അപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞെന്തറിയോ, പള്ളിയുടെ പണി നടക്കുകയാണെന്ന്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ പള്ളിയിൽ അച്ഛനോട് പറയണം 1000 പള്ളികൾ നിർമ്മിക്കുന്നതിനേക്കാൾ മഹത്വം ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തലാണെന്ന് നിങ്ങളുടെ അച്ഛനോട് പോയി പറയാൻ പറഞ്ഞു. ഞങ്ങൾ ഹിന്ദു മുസ്ലിം കൂട്ടായ്മ, നിങ്ങളുടെ കൂട്ടായ്മക്ക് എത്ര ഹിന്ദുക്കളെ കിട്ടും ഈ നാട്ടിലുള്ള? ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾ വിചാരിക്കുന്നത്? അവർ തലച്ചോറ് പണയം വെക്കാത്ത നല്ല തൻ്റെ ഉള്ള ഹിന്ദുക്കൾ ഇന്നും ഈ നാട്ടിലുണ്ട്. നിങ്ങൾക്ക് കാണാം. ിന്റെ പെങ്ങടെ പേരക്കുട്ടി, അദ്ദേഹം ഒരു പഞ്ചായത്തിൻ്റെ മെമ്പറോ മറ്റാണ്. അദ്ദേഹം നടത്തിയ പെരുന്നാൾ വിരുന്നാണ്. അതിനകത്ത് എല്ലാ സമുദായത്തിൽപ്പെട്ടവരുമുണ്ട്. അവർ കഴിക്കുന്ന ഹലാല് മാംസമോ ഒക്കെ പ്രശ്നമുണ്ടാകും. നിങ്ങളുടെ ഈ ബഹിഷ്കരണം കൊണ്ട് അവരിത് ദൈവത്തിൻ്റെ പേരിൽ അർത്ഥമാണെന്ന് പറഞ്ഞ് അവർ കഴിക്കാൻ പോകുന്നുണ്ടോ? ഇവിടെ മനുഷ്യരുണ്ട്, ഹിന്ദുക്കൾ തലച്ചോറുള്ളവരാ. നിങ്ങൾ ഈ ആരെയാണ് ഈ കൂട്ടായ്മ പറഞ്ഞ് പേടിപ്പിക്കുന്നത്? നിങ്ങൾക്കിടയിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക, എന്നിട്ട് ഹിന്ദുക്കളെ വിളിക്കുക. നിങ്ങളുടെ കൂട്ടായ്മ, നിങ്ങൾക്ക് ഒന്നിച്ചൊരു കൂട്ടായ്മ ഉണ്ടാക്കാൻ കഴിയുമോ? ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കം, ആ തർക്കത്തിൽ കോടതിയുടെ വിധി ആർക്കാണ് കുർബാന നടത്താനുള്ള അവകാശമെന്ന് കോടതിയുടെ വിധി വന്നിട്ട് പോലും കോടതിയുടെ വിധിയെ കാറ്റിൽ പറത്തിക്കൊണ്ട് കോടതി ആർക്കാണോ പള്ളി വിധിച്ചത് അവർക്കെതിരായി മൃതദേഹം പള്ളിമുറ്റത്ത് വെച്ചിട്ട് പ്രതിഷേധിച്ചവരാണ്. കോടതി വിധിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കണമെങ്കിൽ അതൊക്കെ ഒരു രാജ്യദ്രോഹ കുറ്റമായി പ്രിയപ്പെട്ട പിതാവിന് കൂട്ടാൻ പറ്റുമോ? നിങ്ങൾ നിഷ്കളങ്കമായിട്ടാണ് ഇത് പറയുന്നതെങ്കിൽ ഗ്രഹാൻ സ്റ്റെയിനെ കാറിൻ്റെ അകത്തിട്ട് കുഞ്ഞുങ്ങളുമായി കത്തിച്ചു കൊന്ന സമയത്ത് ഇവിടുത്തെ സംഘപരിവാറിനെതിരെ ഞങ്ങൾ മുസ്ലിമീങ്ങളും ക്രൈസ്തവരും കൂടി ഇത്തരം തിന്മകൾക്കെതിരെ ഒന്നിച്ച് നിന്നുകൊണ്ട് നിങ്ങൾ സംഘപരിവാറുകാരെ ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞില്ല? വടക്കേ ഇന്ത്യയിലെ സമീപകാലത്ത് എത്ര മലയാളി പാസ്റ്റർമാരെ ആക്രമിച്ചു, എത്ര പള്ളി തകർത്തു. കഴിഞ്ഞ ക്രിസ്മസിന് വരെ കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളിയുടെ അകത്തേക്ക് ജയ് ശ്രീറാം മുഴക്കിക്കൊണ്ട് സംഘപരിവാറുകാർ ഇരച്ചു കയറിയില്ലേ? നിങ്ങൾ എന്തേ അന്നൊരു പ്രസ്താവന നടത്തത്? ഞങ്ങൾ മുസ്ലിമീങ്ങളും ക്രൈസ്തവരോട് ഒന്നിച്ചു നിന്നുകൊണ്ട് നിങ്ങളെ ചെത്തിക്കളയെന്ന് പറയുന്നത് എന്താ? അപ്പം നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു വികാരം എന്നുള്ളത് മുസ്ലിമീങ്ങളോടുള്ള വിരോധമാണ്. ഗ്രഹാൻ സ്റ്റെയിന് വേണ്ടി മുസ്ലിം ക്രൈസ്തവ ഐക്യം പറയാത്ത ആളുകൾ, സ്റ്റാൻ സ്വാമിക്ക് വേണ്ടി മുസ്ലിം ക്രൈസ്തവ ഐക്യം പറയാത്ത ആളുകൾ, വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന മലയാളി പാസ്റ്റർമാർക്കെതിരെയുള്ള അതിക്രമത്തിനെതിരെ മുസ്ലിം ക്രൈസ്തവ ഐക്യം പറയാത്ത ആളുകൾ, മണിപ്പൂരിൽ നടക്കുന്ന കൂട്ടക്കൊലക്കെതിരെ ക്രൈസ്തവം മുസ്ലിം ഐക്യം പറയാത്ത ആളുകൾ, നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് കേരളീയ പൊതുസമൂഹത്തിനറിയാം. അന്നും ഇന്നും ഭരണകൂടത്തിനോടൊപ്പം നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് അതങ്ങോട്ട് തിന്നുക എന്നുള്ളതാണ്. പ്രത്യേകം പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട മാന്യന്മാരായ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരു ക്രൈസ്തവ സഹോദരങ്ങൾക്കെതിരെയല്ല പറയുന്നത്. ഇത്തരം ലോഹയിട്ട കലാകാരന്മാരുണ്ടല്ലോ സമൂഹത്തിൽ, നാട്ടിൽ വർഗീയത പടർത്തി ആ വർഗീയതയുടെ ചീഞ്ചലവും ചോരയും ആസ്വദിച്ച് വലിച്ചു കുടിക്കുന്ന ഇത്തരം ലോഹക്കുള്ളിലെ കലാകാരന്മാർക്കെതിരെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങൾ എൻ്റെ വാക്കിൽ തെറ്റിദ്ധരിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു.